പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ENS-ൻ്റെ +2 എക്കണോമിക്സിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലാണ് ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള എക്സാം നടന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. മുമ്പ് നമ്മൾ 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 6 മാർക്കിന്റെ നാഷണൽ ഇൻകം കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി വരുന്ന വീഡിയോയിൽ 4 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒക്കെ നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. 100 മാർക്കിന്റെ പേപ്പറിൽ 20 മാർക്ക് അസൈൻമെന്റ് ആണ്. 80 മാർക്കാണ് നമുക്ക് എക്കണോമിക്സിന് എഴുത്ത് പരീക്ഷ വരുന്നത്. അതിന്റെ 33% പാസ്സാവാൻ വേണ്ടത്. 26 മാർക്ക് അസൈൻമെന്റ് മാർക്ക് കൂട്ടാതെ 26 മാർക്ക് നിങ്ങൾ എഴുതി പാസ്സാകേണ്ടതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് 60% ചാപ്റ്റർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ 4 ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ 4 ചാപ്റ്റർ ഉണ്ടാവും. ആ പ്രോബ്ലം ചാപ്റ്റർ ആയി വരുന്നത് അത് മാത്രം നിങ്ങൾ നോക്കി മതി. പിന്നെ വരുന്നതൊക്കെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലായിരിക്കും. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ആൻസർ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് നാഷണൽ ഇൻകം കാണാനുള്ളതെന്നാണ്. പല മെത്തേഡുകൾ ഉണ്ടാവും. നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇവിടെ മെത്തേഡ് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഫ്രം ദി ഫോളോയിങ് ഡാറ്റ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഐറ്റം. കുറച്ച് ഐറ്റങ്ങൾ തന്നത് വെച്ചിട്ട് നാഷണൽ ഇൻകം കാണാൻ പറ്റുന്നത്. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയി, പ്രോഫിറ്റ്, റെന്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, മിക്സഡ് ഇൻകം, നെറ്റ് ഫാക്ടർ ഇൻകം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇവിടെ ഏത് മെത്തേഡാണ് ഇവിടെ ഏറ്റവും അനുയോജ്യമായത്? ഈ പറയുന്ന ഐറ്റങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഇതിന്റെയൊക്കെ സ്വഭാവം പരിഗണിക്കുന്ന മെത്തേഡ് ഏതാ വെച്ച് കഴിഞ്ഞാൽ ഇൻകം മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇൻകം മെത്തേഡ് പ്രകാരമാണ് നമ്മൾ നാഷണൽ ഇൻകം ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇൻകം മെത്തേഡിൽ ഏതൊക്കെ ഐറ്റാണ് ഇതിൽ പരിഗണിക്കുക എന്നുള്ളത്. പരിഗണിക്കുന്ന ഐറ്റങ്ങൾ ഞാൻ ടിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയി പരിഗണിക്കും, പ്രോഫിറ്റ് വേണം, റെന്റ് വേണം, ഇൻട്രസ്റ്റ് വേണം, ഡിവിഡൻഡ് വേണ്ട, മിക്സഡ് ഇൻകം വേണം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് വേണം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ പരിഗണിക്കുന്ന ഐറ്റങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക. പരിഗണിക്കാത്തത് നമ്മൾ ഇൻറ്റു മാർക്ക് ഇട്ട് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നാഷണൽ ഇൻകം കാണുന്നത് NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് വരുന്നത്. ഈക്വൽ ടു നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻകം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. ഇതാണ് നമുക്ക് നാഷണൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻ. ഇതെല്ലാവരും ഇൻകം മെത്തേഡ് പ്രകാരം പഠിക്കണം. നാഷണൽ ഇൻകം പ്രകാരം നാഷണൽ ഇൻകം കാണാൻ ഇൻകം മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം എന്ന് സൂചിപ്പിക്കുന്നത് NNP-FC ആണ് വരുന്നത്. അതുപോലെ നെറ്റ് ഡൊമസ്റ്റിക് ആഭ്യന്തര പ്രദേശത്തുള്ള വരുമാനത്തിൽ കൂടി വിദേശത്തു നിന്നുള്ള ഘടക വരുമാനം കൂടി കൂട്ടുക. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച മൊത്തം ആഭ്യന്തര വരുമാനത്തിൽ കൂടി വിദേശത്തു നിന്നുള്ള ഘടക വരുമാനങ്ങൾ കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? ദേശീയ വരുമാനം കിട്ടുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് NDP-FC കിട്ടണം. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഇതിലുണ്ട്. ഓക്കെ, അത് ഓൾറെഡി ഉണ്ട്. NDP-FC എങ്ങനെ കണ്ടുപിടിക്കാം? NDP-FC എന്ന് പറയുന്നത് നമ്മൾ ഈ ടിക്ക് മാർക്കറ്റൊക്കെ പ്ലസ് ചെയ്യുക. അതിന് ഞാൻ ഇതിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്പർ ഇട്ടാൽ മതി. 1 പ്ലസ് ഏതൊക്കെ 2 പ്ലസ് ഏതൊക്കെ 3 പ്ലസ് പിന്നെ ഏതാ വേണ്ട 4 പ്ലസ് 5 വേണ്ട, പിന്നെ വേണ്ടത് 6. ഇത്ര മതി. ഇനി ഇതിന്റെ എമൗണ്ട് എഴുതാം. ഫസ്റ്റത്തെ 2000, രണ്ടാമത്തെ എമൗണ്ട് എത്ര നോക്കാം 400, പിന്നെ മൂന്നാമത്തെ നോക്കാം 75, അടുത്തത് 90, പിന്നെ ആറാമത്തെ 3000. ഇതിൽ ടോട്ടൽ നമുക്ക് കിട്ടുന്ന 5565 ആണ്. ഓക്കെ, ഇനി നമ്മൾ NNP-FC കാണുകയാണ്. NNP at FC കാണുന്നത് NDP-FC ഇപ്പൊ നമുക്ക് കിട്ടി
$5565 NDP ആഭ്യന്തര പ്രദേശത്തുള്ള വരുമാനം അതാണ്. പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് നിന്നുള്ള എത്ര ഇതിന് -80. അപ്പൊ എത്ര വരും? 5565 പ്ലസ് -80 പറയുമ്പോൾ 5565 80 മൈനസ് ഇത് പോയാൽ എത്രയാണ് വരിക? 5485. സുഖമായിട്ട് നമുക്ക് 6 മാർക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുമ്പ് 2 വീഡിയോ ചെയ്തു, അതും നമുക്ക് 6 മാർക്ക് കിട്ടും. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ 40 നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ എ ആണ് കേട്ടോ. 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരും. ഓക്കെ, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവം മാറ്റം ഉണ്ടാവും. അതിന്റെ സെക്ഷൻ എ, അതായത് സെറ്റ് എ കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എയിലുള്ള 6 മാർക്കിന് 49 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒന്ന് നാഷണൽ ഇൻകം, ഒന്ന് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നാഷണൽ ഇൻകം അറിയുന്നവർ ഇത് ചെയ്യാം, ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത് അറിയാത്തവർ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ചെയ്യാം. 50ാമത്തേന് ഒരു ഓപ്ഷൻ വന്നിട്ടില്ല, അത് നമുക്ക് മീൻ കാണാനാണ്, കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ, ഇനി നമ്മൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാം. എല്ലാ വിഷയത്തിന്റെ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങും ക്ലാസ്സുകൾ ലഭ്യ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിലുണ്ട്. അതേപോലെ തന്നെ എല്ലാ വിഷയത്തിന്റെ മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ്. ഗൾഫിലുള്ളവർക്കൊക്കെ അവിടെ ഇരുന്ന് പഠിക്കാം. നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് എക്സാം എഴുതാം. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നൽകുന്നുണ്ട്. അതുപോലെ ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഇനി വീട്ടിലിരുന്ന് ആർക്കെങ്കിലും മൊബൈലിൽ പരീക്ഷ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ബോസ് എഡ്യൂക്കേഷന്റെ ഷുവർ പാസ്സാണ്. ഈ ബോസ് എഡ്യൂക്കേഷന്റെ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. Okay, thank you.